ആഷ ടൂണീസ് അപ്പോൾ ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ഹാമ്പർ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു ഗോൾഡ് ബ്രേസ്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മ മോൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ ഗോൾഡുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. പോകുന്ന സമയം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കണം കേട്ടോ. രാത്രി 12 മണിക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. കറക്റ്റ് രാത്രി 12 മണിക്ക് ഇതേ ഞങ്ങൾ അവിടോട്ട് പോവാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 12 മണിക്ക് ആ വഴിയൊക്കെ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണോ വീടീശ്വര, വേറെ വല്ല വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്നൊക്കെ ആദ്യം വിചാരിച്ചിട്ടോ. പിന്നെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അവിടെ പോയി ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ കഥയൊക്കെ കൊട്ടിയിട്ടും ബെല്ലടിച്ചിട്ട് ആരും ഒന്നും തുറന്നു തരുന്നില്ല. അവസാനം പിന്നെ ഫോൺ വിളിച്ച് തുറക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ മുകളിലത്തെ നിലയിലൊക്കെ അവർ ഇറങ്ങി വന്നിട്ട് ഇതാണ് ബർത്ത്ഡേ കുട്ടി. അപ്പോൾ അമ്മയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ രാത്രി 12 മണി ആയതുകൊണ്ട് തന്നെ ഉറക്കക്കടവിൽ നിന്ന് എണീറ്റ് വന്നതാണ്. അപ്പോൾ എല്ലാവരെയും വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, അവർ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. പിന്നെ നമ്മൾ ആ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കൊടുത്തു എന്നുള്ളതൊരു ഉറപ്പ് കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടോ. നല്ല രസമായിട്ട് എന്താ പറയുക, അവരുടെ രണ്ടുപേരുടെയും അമ്മയുടെയും മോളുടെയും പഴയ ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ടുള്ളൊരു ഹാമ്പറായിരുന്നു കേട്ടോ. അതെ ഫോട്ടോസ് നോക്കി കണ്ടറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുഞ്ഞിന് മോനുള്ള ഫോട്ടോസ് എല്ലാം എൻ്റെ അകത്ത് ആഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി വീട്ടുകാർക്ക് ഈ ഒരു എന്താ പറയുക ഒരു ബ്രേസ്ലെറ്റും ഒരു ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ കിൻഡർ ജോയ്ക്കായിട്ടാണ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയായിട്ടും കുട്ടിയുടെ ആ ഒരു മനസ്സ് അതാണ് ഇതിലൂടെ അന്വർത്ഥമാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്കും അതേപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറും ഒക്കെ അവർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ ബൈ ബൈ.